തക്കണ വെച്ചിലേക്ക് എടുത്താട്ടോ. ഇത്ര പെട്ടെന്ന് മതിയാ? നനഞ്ഞു പോവാ? വെള്ളം വീണ് നനഞ്ഞു പോവാ? വെള്ളം വീണ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചപ്പമല എന്ന് പറഞ്ഞ പ്രദേശത്താണ്. കൊട്ടിയൂർ പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ്. ഞാനിനി കൂടുതൽ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മത്തൻ ചേട്ടനും ചേച്ചിയും, നമുക്കറിയാം കണ്ണ് കാണാത്ത ആ ചേട്ടനും അതുപോലെ തന്നെ ആ ചേച്ചിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീടും അവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പല എപ്പിസോഡുകളോടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് നമ്മൾ ഏറ്റവും തുടക്കത്തിലെ എപ്പിസോഡുകളിൽ, അതായത് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾ അവർക്ക് വാതിൽ വെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു സഹായം ചെയ്യാമെന്നുള്ള കാര്യം നമ്മളന്ന് എപ്പിസോഡിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് പണിക്കാരെ കിട്ടാനായിട്ടൊക്കെ ഒത്തിരി ഡിലേയും കാര്യങ്ങളും വന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഡിലേ വന്നത്. ഇപ്പോൾ മഴയൊക്കെ ഏകദേശം തുടങ്ങി. ഏതായാലും നമ്മളിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ കട്ടല, ജനൽ, അതൊക്കെയാണല്ലോ നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടലയും ജനലും നമ്മൾ ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതും അതിൻ്റെ നമ്മൾ ഈ നിർമ്മാണത്തിന് ആവശ്യമുള്ള സിമൻറ്റ്, മണൽ, മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡോറും ജനൽപ്പാളിയും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കട്ടലയും ജനലൊക്കെ കൊണ്ടുപോയി കയറ്റി അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതൊരു ഇച്ചിരി ടാസ്ക്കാണ്, കാരണം നല്ല വെയിറ്റുള്ള സാധനമാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവരോട് നമുക്ക് കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മൾ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ ഏതായാലും മഴയൊക്കെ പെയ്ത് നല്ല പുല്ല് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അട്ടയുടെ സമയം കൂടെയാണ്. അട്ടയും ഉണ്ടാവും. നമുക്ക് ഇങ്ങോട്ട് വരലൊരു ടാർഗറ്റ് കേട്ടോ. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ജിഷോയും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ വീട്ടിൽ തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ എപ്പിസോഡൊക്കെ കാണിച്ചിട്ടുണ്ടാണ്. ഈ വഴിക്ക് ഏറ്റവും ലാസ്റ്റുള്ള വീട്. അപ്പോൾ അവർക്ക് അലാം സിസ്റ്റം വെച്ച് കൊടുക്കാനായിട്ട് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി വെക്കുക എന്നുള്ളൊരു പരിപാടിയും കൂടെ ഉണ്ട്. അത് വരും ദിവസങ്ങളായിരിക്കും. ഇനി അങ്ങോട്ട് മഴ കൂടുന്നതനുസരിച്ച് ഭയങ്കര റിസ്ക് ആയിരിക്കട്ടെ. ഇതിലെ പോക്കൊക്കെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ ആംബിയൻസേ മാറിപ്പോയി കേട്ടോ. മറ്റേ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര റിസ്ക്കാണ്. കല്ലും കാര്യങ്ങളൊക്കെ തെന്നി കിടക്കുന്ന സമയമാണ്. ഈ സ്ഥലമൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നേ വരെ നിരവധി തവണ നമ്മളിങ്ങോട്ട് വെള്ളം അടിച്ച് കയറ്റുകയൊക്കെ ചെയ്തതാണ്. 2-3 ആഴ്ചയല്ല, 3 ആഴ്ചയായി. അതിനുശേഷം അവർ വെള്ളം കയറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നു, നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. അതായത് ഇപ്പം മഴയൊക്കെ തുടങ്ങി, വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോൾ തീർന്നു. കാരണം ഉറവയൊക്കെ വരാൻ തുടങ്ങി. അതുവരെ നമുക്ക് വീട്ടിലേക്ക് ചെല്ലാട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗത്ത് മുകളിലൊക്കെ ആന വന്നായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതാണ് കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം. നേരെ താഴേക്ക് കാണുന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രം കേട്ടോ. അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. നല്ല തിരക്കുമാണ് റോട്ടിലൊക്കെ. ഇപ്പം പായൽ പിടിച്ച് കിടക്കാം കേട്ടോ. നമ്മളേതായാലും എത്തി. മൊത്തം ചേട്ടനും ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. 1 മാസമായില്ലേ കണ്ടിട്ട്?
ഒരു മാസമായി. മഴയൊക്കെ തുടങ്ങി വെള്ളത്തിന്റെ പ്രശ്നം തീർന്നോ? ഓ ചെറുതോ ആണല്ലേ. ഇനി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുമ്പോൾ തിരിച്ചു വിട്ടാൽ നിന്ന് പോകുമ്പോഴേ നിന്ന് പോകുമ്പോൾ തിരിച്ചു വിട്ടാൽ മതി അല്ലേ? തിരിച്ചു വിട്ടാൽ മതി. ഏതായാലും നമ്മുടെ പണിയുടെ ആദ്യത്തെ ഘട്ടം തുടങ്ങുക. അന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കാം. ആയിരുന്നു കയറ്റുന്നുണ്ട് കേട്ടോ, അവർ ഇങ്ങോട്ട് കൊണ്ടുവരും ഇപ്പോൾ. മുകളിൽ നിന്ന് വയനാട് ഭാഗത്തുനിന്ന് കോട ഇറങ്ങുന്നുണ്ടോ? ഏതായാലും നമ്മുടെ സാധനങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇത് ചുമന്ന് കയറ്റുക എന്നുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര റിസ്ക് ആട്ടോ ഇത് കയറ്റിക്കൊണ്ട് പോക്ക്. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഈ സാധനം തവിടുപൊടിയാവും. നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന തമാശയാണെങ്കിലും അത് പക്ഷേ ഇത് റിയലാട്ടോ. ഒന്ന് തെന്നി അങ്ങോട്ടോ പോയാൽ ഈ സാധനം നിലത്ത് വീണാൽ പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര റിസ്ക് എടുത്താൽ ഇത്രയും കനമുണ്ട്, ഭയങ്കര പാടാണ് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകും. ഇത് കുത്തനെ കയറ്റാട്ടെ, എങ്ങനെ ഒരു 75 ഡിഗ്രി എങ്കിലും ചെരിവുണ്ട്. കീറിപ്പോകും കേട്ടോ. നല്ല ബുദ്ധിമുട്ടാട്ടോ ഇത് കയറ്റി ഇറക്കാനായിട്ട്. വണ്ടി ഇവിടം വരെ കയറാനും ഭയങ്കര പാടായിരുന്നു. ജീപ്പിൻ്റെ മുമ്പിലൊക്കെ 2 പേര് ഇരുന്നിട്ട് വണ്ടി പൊങ്ങി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് പലരും ഈ പണി ഏറ്റെടുക്കാത്തത് കേട്ടോ. അത് നമുക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ അവസാന സാധനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു റൗണ്ടും കൂടെ നമ്മൾ വണ്ടിയും കൊണ്ട് വരണം. ഡോറും ജനൽപ്പാളിയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ദിവസം. സമയം ഏതായാലും ഇരുട്ടി തുടങ്ങി. നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മുകളിൽ നിന്ന് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ എന്തായാലും സാധനങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഭാഗങ്ങളിലൊക്കെ ആന ഇറങ്ങിയായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പോകണം. കാരണം നമ്മൾ ഈ റോട്ടിൽ കൂടെ നടന്ന് പോകണമല്ലോ. അങ്ങോട്ട് ഇട്ടോ, അതൊക്കെ നല്ല നനയാതന്നെ. ഓക്കെ, ആക്കുമുള്ളത് എനിക്കാ ബമ്പ അവരത്രയും കണ്ടു പോകല്ലേ.
വേണ്ടാത്ത മേടിക്കുന്ന പറഞ്ഞത് അച്ഛൻ്റെ എളുപ്പമാണ് എളുപ്പമുണ്ട് അവിടെ ചെയ്ത് നമുക്ക് കയ്യിൽ നിന്ന് പിടുത്തം വിടുവോ കിട്ടോ നിങ്ങൾക്ക് വെയിറ്റുണ്ടോ കിട്ടോ ഇവിടെ ഭയങ്കര വേണം വെയിറ്റ് കുന്ന കയറുന്നു വെയിറ്റില്ല ചെരിയും കൊണ്ടുപോ പൈപ്പ് അതിനെ കൂട്ടായിരുന്നു ഇത് ജനലാണ് കേട്ടോ. നമ്മൾ ഒരു മാസം മുന്നേ ഇവിടെ വന്ന പോലെ നമുക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പറമ്പിലൊക്കെ നല്ല അട്ട ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കാലയിലൊക്കെ കയറിയിട്ടുണ്ടാവും, അറിയത്തില്ല. ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പറമ്പിലോട്ട് പോയാൽ ഉറപ്പായിട്ടും അട്ട ഉണ്ടാവും കേട്ടോ. ഏതായാലും ഇതാണ് രാത്രിയിലത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി. ഒരു സ്റ്റെപ്പ് കൂടുതലാണ് നടക്കുന്നത് ഇവിടെ. കമ്പി കമ്പി കിട്ടോ കേട്ടോ കേൾക്കല്ലേ. അവ എന്നെക്കാളും മുന്നേ അതിനറിയോ എങ്ങനെ ബേക്ക് ഹൈറ്റ് മാറ്റം വരുമോ? വെള്ളം ലാസ്റ്റ് വെള്ളം ജനങ്ങളുടെ പൊങ്ങാൻ പറ. അത് മോളത്തെ ഓ അതന്നെ അല്ല മേത്ത് വെള്ളം ചാടിയില്ലേ? അത് ഞാൻ നോക്കി എവിടുന്നാണ്. അത് മോണെങ്കിൽ വെച്ചോ. വെക്കണ വെച്ചിലേക്ക് എടുത്ത കേട്ടോ. വാ വാ ഇടയ്ക്കെന്നുള്ള വെയിറ്റ് ചെയ്യുന്നു. ഒറ്റക്കള്ളി ഉണ്ടല്ലേ, ഒറ്റക്കള്ളി ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു ആശ്വാസമില്ലേ ഒറ്റക്കളിയാന്ന് വെച്ചത്. അത് നമ്മൾ ആദ്യം ഇത്രയും ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഭയങ്കര കറക്കൊക്കെ കരച്ചില്ല. എവിടുന്ന് എനിക്ക് ജെൻഡ് നോക്കിയിട്ട് കൊടുത്ത എവിടുന്ന് ഞാൻ എനിക്ക് കൂടി 1 മീറ്ററിൻ്റെ ഒരു ജെൻഡ് മനാവും താഴെ പൊക്കിയൊക്കെ കൊടുത്തു. ഒന്നും പറ ഒറ്റ കരച്ചിൽ. വയറ് വെച്ചിട്ട് തള്ള ആർക്കുണ്ട് കാല് പറഞ്ഞിട്ട്
ആർക്ക് ലൈറ്റ് അടിച്ച് കാണിക്കും ഞാൻ. നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ചുമന്നുകൊണ്ട് കയറ്റാൻ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടല്ലോ. ഓരോ പ്രാവശ്യം ഇത് കയറ്റിക്കൊണ്ട് പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് വരുന്നത്. അത്ര പാടാണിത്. കാരണം അത്രയും കുത്തനെ കയറ്റമായതുകൊണ്ട് തന്നെ ഇത്രയും രാത്രി ആയിപ്പോയത്. അതുകൊണ്ടാണ്. ഏതായാലും നമ്മുടെ പരിപാടികൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഒരു 5-6 ചാക്ക് മണലും കൂടെ കയറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിയും. പിന്നെ നമ്മൾ ഇനി അടുത്തത് ഇതിൻ്റെ പണിയുടെ ദിവസമുള്ള എപ്പിസോഡായിരിക്കും കേട്ടോ. അത് എന്നാന്ന് വെച്ചാൽ പണിക്കാർ വരുന്നതനുസരിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. വണ്ടിയോ വണ്ടിയോ വണ്ടി കൊണ്ട് ഓർമ്മയുണ്ട. ഇത്ര പെട്ടെന്ന് അവിടെ വരെ കയറുമ്പോഴത്തേക്കും വെടിയില്ല. ശരി ഞാൻ ഇല്ല അടിച്ചോ നിലത്തടിക്കണം. ആ എന്നിട്ടോ ആവൂലേ അടിച്ചോ. എവിടെ അടിച്ചു? സിമെൻ്റ് ആണ് കേട്ടോ. അവൻ അടിക്കണേ അടിക്കണേ. അവിടെ എത്തുമ്പോൾ കഴിയൂടാ. കയ്യിലെ വേണോ? എൻ്റെ തലയിലുണ്ടാകാൻ എടുക്കണേ. ഇവിടെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു മടുത്തു പോകും കേട്ടോ. ഇത്ര ഭയങ്കര കയറ്റമാണ്. ഞാൻ 50 മണി ആൾക്കാർ പോന്നു. പണിമാരെ മടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ. വിചാരിക്കട്ടെ മാറ്റോണ്ട് വരാം. ഇങ്ങോട്ട് 3 എടുത്ത് തരാം. ആണല്ലോ ഇതിന് വിളിച്ച് പിടിച്ചോ. എല്ലാവരും അടുത്ത് പോകുന്നതുകൊണ്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തർ മാറ്റി മാറ്റി കൊണ്ടുവരാം കേട്ടോ. അയ്യോ സിമെന്റിന് ഒരു ചാക്കം മതിയില്ലേ? ഇനി എത്ര ആക്കണ്ടേ? ഇതെന്താ സജോ? കൊണ്ടുപോവാ അതിനകത്ത് വെച്ചേ. ആ മുറിക്കകത്ത് വെച്ചാൽ മതിയാ. നനഞ്ഞു പോവാ. വെള്ളം വീണ് നനഞ്ഞു പോവാ. കീഴോട്ട് വെച്ചാൽ മതിയോ? വെള്ളമൊന്നും പറഞ്ഞു ഇവിടെ നനയാത്തതേ ഉള്ളൂ. അല്ല അങ്ങനെ
ജനലിൻ്റെ കമ്പി പിടിക്കുന്ന കേട്ടോ. കമ്പി എവിടെ കൊണ്ടുവച്ചേ? കമ്പി എവിടെ കൊണ്ടുവച്ചേ? ബാക്കി കമ്പി കമ്പി എന്ത് ചെയ്യട്ടെ? ബാക്കി കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, വീടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുണ്ടോ? അപ്പുറത്തെ ഉണ്ടല്ലോ. ആ ആ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇടുന്നില്ലായിരിക്കണോ വിചാരിച്ചേ, നനഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചേ. അത് കറക്റ്റാണോ? ആദ്യത്തെ ഭയങ്കര ടൈറ്റായി. അത് ആദ്യത്തെ അടി വെച്ചത് അത് കറക്റ്റ് ഓടിപ്പോയി. അങ്ങോട്ട് മാറി. നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇറക്കി ഇതിൻ്റെ പകൽ ഉള്ള വിഷയം നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ എന്നാലും വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഏതായാലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ പണിക്കാരെ കിട്ടുന്നതനുസരിച്ച് നമ്മളതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ കട്ടിലും ജനലും നമ്മൾ ഫിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഡോറും അതുപോലെ ജനൽപ്പാളിയൊക്കെ ഫിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വരും ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും 1-2 ആഴ്ചയും കൂടെ എടുക്കും. ഏതായാലും വളരെ സന്തോഷം കേട്ടോ. അവരുടെ സഹായം ഇല്ലാതെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഏതായാലും നമുക്കിപ്പോൾ കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഏതായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുറകെ നമ്മൾ പണിക്കാർ കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും വളരെ സന്തോഷം. അവരുടെ സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത്. ഏറ്റവും ആദ്യം ഇതിൻ്റെ കാര്യം പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ അവർ. ഏതായാലും അവർക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഉണ്ട്, മാത്രമല്ല ഇനിയും നമ്മുടെ വർക്ക് ഇനിയും മുന്നോട്ടുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലെല്ലാം കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.